എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് നോർത്ത് സിക്കിമിലാണ്. നോർത്ത് സിക്കിമിലൂടെ ഞങ്ങൾ നേരെ ഇന്ന് കാണാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ഷിഗയുടെ ഗ്രാമം കാണാനും ഒരു സിക്കിമിലെ ഗ്രാമജീവിതം എങ്ങനെയാണെന്നോ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാണാൻ വേണ്ടിയാണ്. അപ്പം ഷിഗേൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ഓടിയിട്ടുണ്ടെങ്കിൽ ഷിഗേൻ്റെ അടുത്തെത്തും. ഒന്ന് ഗേറ്റ് കാണിക്കും. അവിടെ നോർത്ത് സിക്കിമിൻ്റെ ഇതുണ്ട പ്രവേശന കവാടം കടന്ന് ഞങ്ങൾ ഇപ്പുറത്തേക്ക് കിടക്കുവാണ്. ഇതെല്ലാം നോർത്ത് സിക്കിമിൻ്റെ ഭാഗം കേട്ടോ. അപ്പോൾ ആ നമുക്ക് ഷിഗയുടെ ഗ്രാമം കണ്ടുപിടിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. മറക്കും. ഗൈസ് നമ്മൾ തപ്പി വന്ന ആളെ കിട്ടിയിട്ടുണ്ട്. ഷിഗ എന്താ വാട്ട്സ് ഫ്രണ്ട് നെയിം? പ്രമിത. സെവൻ ഹായ്. ഓക്കെ, ഇതാണ് കേട്ടോ ഷിഗയുടെ വണ്ടി. നമ്മൾ നേരപ്പോൾ ഒരുമിച്ച് യുവർ വില്ലേജ്. യാ, ഭയങ്കര എക്സൈറ്റഡ് അല്ലേ? നമ്മൾ ഒരുമിച്ച് റൈഡ് ചെയ്യാൻ പോവുകയാണ്. സിക്കിമിൽ വന്നിട്ട് സിക്കിം റൈഡർ അവരുടെ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. ഒരു മല വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് ലെഫ്റ്റ് കാണിക്കും. അവിടെ ലെഫ്റ്റിൽ മൊത്തം വാലി ഏരിയയാണ്. ഇവരുടെ ഗ്രാമം എങ്ങനെയാണ് ഗൈസ്? മൊത്തം വാലിയും കുന്നും, ഭയങ്കര രസമാണ്, ബ്യൂട്ടിഫുൾ. ഓഫ് റോഡാണ് ഗൈസ്. ഷിഗ ഉണ്ടോ സ്കൂട്ടി എടുത്തിട്ട് കേട്ടോ കയറി പോകുന്നത്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇവിടെയുള്ള എല്ലാ റൈഡേഴ്സും വണ്ടി ഓടിക്കുന്ന എല്ലാവരും സ്കിൽഡാണ്. വലിയ ഇന്ന വണ്ടി വേണമെന്നൊന്നും ഇല്ല കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. സ്കൂട്ടിയിൽ വരെ ഇതാ ഓഫ് റോഡ് കളിക്കാം. പഞ്ചായത്ത് ഗൈസ്. അങ്ങനെ നമ്മൾ ഇവരുടെ ഗ്രാമത്തിലെത്തി. ഇതാണ് കേട്ടോ ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസ്. കണ്ടില്ലേ? നമ്മൾ കൂളായിട്ട് പഞ്ചായത്ത് ഓഫീസിലോട്ട് കയറി വന്നത്. ദിസ് ഈസ് ഓക്കെ. ഇതാണ് കേട്ടോ ട്രഡീഷണൽ ഹോമാണ് ഇവരുടെ. ഇതിപ്പോൾ അടച്ചിട്ടുള്ളത്. ഇതുണ്ട് നിങ്ങൾ ഇല്ലി ചാച്ചിട്ടാക്കിയേക്കുന്ന. അതോ ഗൈസ്, അങ്ങ് കാണുന്ന ആ മഞ്ഞ വെള്ളപ്പീക്കല്ലേ? നിങ്ങൾ ഇന്നലെ വരുമ്പോൾ നമ്മൾ അടുത്ത് കാണിച്ചായിരുന്നു. അതാണ് കേട്ടോ കാഞ്ചൻജംഗ. ഇവിടെ ആ മലയുടെ മറവിൽ കാഞ്ചൻജംഗ കാണാൻ പറ്റും. പ്രമീള. യെസ്. അപ്പോൾ ആളെ വിളിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മൾ അകത്ത് കയറി. ഇതാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസ്. പഞ്ചായത്ത് ഓഫീസിൻ്റെ ക്യാൻറ്റീനാണ് നടത്തുന്നത്. ക്യാൻറ്റീൻ നടത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണിക്ക വന്നിട്ട് നമ്മുടെ ഷിഗയുടെ ഫ്രണ്ടാണ്. മോണിക്കയും ഷിഗയെല്ലാം ഒരുമിച്ച്, ഇവർ ഒരേ വില്ലേജിൽ ഒരുമിച്ച് പഠിക്കുന്നതാണ്. നമുക്ക് മാഗി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മോണിക്കയുടെ കല്യാണം കഴിഞ്ഞാണ് കേട്ടോ. आपका नाम क्या है? സാബിർ. ഓക്കെ ഓക്കെ, മോണിക്കയുടെ ഹസ്ബൻഡാണ് കേട്ടോ. ഓക്കെ, ഇതാണ് അടുക്കള ഭാഗമാണ്. വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഓക്കെ. ഓ, ലോട്ട് ഓഫ് ബിയർ ബോട്ടിൽസ്. ദിസ് ഇസ് ബിയർ ബോട്ടിൽസ്. പിന്നെ ഗൈസ്, ഓ ഗൈസ്, പിന്നെ ഉണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. 65 രൂപ കേട്ടോ ബിയറിൻ്റെ വീട്ടിൽ വരുന്ന 65 രൂപ. അതായത് 65 രൂപ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മേലോട്ട് കയറിയില്ല, നോർത്ത് സിക്കിം ലാച്ചുങ്ങും ലാച്ചനൊക്കെ ഏരിയയിൽ അവിടെയൊന്നും ഈ സാധനം കൊടുക്കണമെങ്കിൽ ലൈസൻസിൻ്റെ ആവശ്യമില്ല. വെറുതെ എല്ലാ ലോക്കൽ ഷോപ്പിലും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അടിപൊളി. വിവരം തരും. ആ, നമുക്കൊക്കെ ഏമസ് വരും. അതുകൊണ്ട് നല്ല ചൂട് മാഗി വിത്ത് എഗ്ഗ് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗ്രാമങ്ങൾ കയറാൻ പോവാണ്. ഓക്കെ ഗൈസ്, ഈ ഗ്രാമത്തിൻ്റെ പേര് വന്നിട്ട് മൻഷി എന്നാണ്. മൻഷി. ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രി വരുന്നത്. മാൻഷി റൈറ്റ്? മാൻഷി. ഇതാണ് കേട്ടോ ഇവരുടെ ടെമ്പിള്. കണ്ടോ നിങ്ങൾ? എത്ര രസം കാണാവുന്നത്. അങ്ങനെ ആ കാണുന്നില്ല മഞ്ഞുമലയാണ് കാഞ്ചൻജംഗ. അത് വേറെ ഏതോ പീക്ക്. അതിൻ്റെ പീക്കിൻ്റെ അകത്ത് നിന്ന് മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഫ്രം ദാറ്റ് ഹിൽ സൈഡാ? ഓ ഗൈസ്, നമ്മൾ വന്നോണ്ടല്ലോ ഇപ്പോഴാണ് സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാ ആ മലയുടെ മേളിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇറങ്ങി വന്നത്. ആ, നമ്മൾ 17,000 സംതിങ് അടിയൊക്കെ പോയില്ല, അതല്ല ആ മലയായിരുന്നു. ഇവരിപ്പോൾ പറയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലായേ. ദിസ് ഈസ് നോട്ട് ഹിന്ദു ടെമ്പിൾ റൈറ്റ്? ഹിന്ദു ടെമ്പിൾ. യുമാമാങ് എന്ന് പറയുന്നൊരു യുമാമാങ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ യുമാമാങ് എന്ന് പറഞ്ഞൊരു ദൈവം? ഞാൻ ആദ്യമായിട്ട് കാണുന്നത്.
ഈ ഗ്രാമത്തിലുള്ളവർ സുബ്ബ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. അപ്പോൾ അവരുടെ ലാംഗ്വേജാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ കണ്ട ഈ അമ്പലം ഇവർ തന്നെയാണ്, അവരുടെ പ്രതിഷ്ഠയാണ് നമ്മളെ കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ പേര് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല രാവിലെ. അവർ നേരത്തെ ഒരു ദൈവത്തിൻ്റെ പേര് പറഞ്ഞില്ലേ. ഗൈസ്, വേറൊരു കാര്യം കൂടി സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ താമസം ഇവരുടെ വില്ലേജിലാണ്. ഈ വില്ലേജിൽ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് പഞ്ചായത്താണ്. പഞ്ചായത്തിൽ ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു പരിപാടിയുണ്ട്. ഇവിടെ പഞ്ചായത്ത് ഓഫീസിൽ ഗസ്റ്റിന് വേണ്ടിയിട്ട്, ഇവിടെ വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് റൂമുണ്ട് കേട്ടോ ഇവിടെ. സോ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞു, നിങ്ങൾ താഴോട്ട് പോകേണ്ട ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് ഓഫീസിൻ്റെ മേലെ റൂമുണ്ട്. റൂം തന്നു. നമ്മുടെ ലഗേജ് എല്ലാം മേലെ വെച്ചാൽ ഇപ്പോൾ പ്രഭാകരൻ ഫ്രീ ആയി. ഇതാണ് കേട്ടോ നമ്മുടെ കീ കീപ്പർ. ഇവിടെ आपका नाम क्या है? കരൺ ടാമോ ഡാമ സേരൻ താമ. ഓക്കെ, പുള്ളിക്കാരിയുടെ കയ്യിലാണ് ഇവിടുത്തെ ഈ റൂമിൻ്റെ കീ ഉള്ളത് കേട്ടോ. പിള്ളേരാ നോക്കുന്നത്. ഓക്കെ, ചലോ. ഈ കാണുന്ന കണ്ടല്ലോ ഇവിടുത്തെ ഗവൺമെൻറ് ആർട്സ് കോളേജാണ്. ഒന്ന് വലത്തോട്ട് അങ്ങോട്ട് തിരിച്ചേടാ. അത് ആ ബേക്കിൽ കാണുന്നത് അതാണ് കേട്ടോ ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂള്. പിന്നെ കഥയുണ്ട്. ആ സത്യമാണ്. എന്നാ ഇവിടെ ഈ പഞ്ചായത്തിൽ മൊത്തം എത്ര ജനങ്ങളുണ്ടെന്നറിയോ? നിന്റെ ഊഹം? പഞ്ചായത്തിൽ മൊത്തം എത്ര പേരുണ്ട്? 2500 പേരേ ഉള്ളൂ ഗൈസ്. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, എന്താ പറയുക, ആ സത്യം ഞാൻ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പറയാം, അന്നേരം ഇപ്പോൾ ഒരു മൂഡ് വരുള്ളൂ. നമുക്കൊരുപാട് ഇവരുടെ ട്രഡീഷണൽ ഹൗസ് കാണണം. പിന്നെ വേറൊരു കാര്യം, ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണുന്ന സ്ഥലം തപ്പിയും കൂടി നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം വന്നപാടെ അതാ പറഞ്ഞത്, നമ്മുടെ കേരളത്തിൽ ഈ സാധനത്തിന് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ നിങ്ങളുടെ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണണം എന്ന് പറഞ്ഞ്. ഉണ്ടല്ലോ നിങ്ങൾ തട്ടുതട്ടായിട്ട് കാണുന്നില്ലേ, ഇതിവിടുത്തെ പാടങ്ങളാണ് കേട്ടോ. പാടം. ഇവരും നമ്മളെപ്പോലെ തന്നെ റൈസാണ് കഴിക്കുന്നത്. ഇവരുടെ മെയിൻ ആഹാരം എന്ന് പറയുന്നത് റൈസാണ്, വെള്ള അരിയാണ് കേട്ടോ. ഗൈസ്, ഈ സ്ഥലം ഉണ്ടല്ലോ ഇവിടുത്തെ സിക്കിമിലെ രാജാവിൻ്റെ ഒരു എന്താ പറയുക പാലസായിരുന്നു. നമ്മൾ ആ ദൂരെ കാണുന്ന ആ കല്ലിൻ്റെ ഒരു പോർഷനല്ലേ, അത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നൊരു പാലസായിരുന്നു. ഇപ്പം അടാ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് പോയതാടാ. പക്ഷെ ആ ഒരു പൊസിഷൻ നോക്കാം, ആ ഒരു കൊട്ടാരം ഇരിക്കുന്നതിൻ്റെ ചുറ്റിനും ആ ഭാഗത്തെല്ലാം മഞ്ഞുമലയാണ്. വാവ്, നമ്മളെ ഹൊയ്സാലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല അല്ലേ. ഏകദേശം ഒരു 100 വർഷമൊക്കെ മുമ്പ്, 100 വർഷമല്ല, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുമ്പ് ഇവിടുത്തെ രാജാവ് ഭരിച്ചിരുന്ന കൊട്ടാരമാണ്. നോർത്ത് സിക്കിമിൻ്റെ തലസ്ഥാനമായിരുന്നു കേട്ടോ ഇവിടെ. ഇതൊരു പാലസാണ്, ഫുള്ള് കല്ല് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇതാ ഇവിടെയാണ് കേട്ടോ രാജാവിൻ്റെ സിംഹാസനം ഉണ്ടായിരുന്ന ഇവിടെയാണ്. ഇതിവിടെയെല്ലാം മന്ത്രിമാർ നിരുന്ന സ്ഥലങ്ങളാണ്. ഇത് അതുകൊണ്ട് മാർക്ക് 1, 2, 3, അവിടെ 3 മന്ത്രിമാരുണ്ടായിരുന്നല്ലോ. വലിയ ആളായിരുന്നു ഗൈസ്. കുറേ വർഷം മുമ്പേ, നിങ്ങൾ ചിന്തിക്കണമായിരുന്നു, 100 വർഷം മുമ്പത്തെ കാര്യമാണ് ഗൈസ്. നമ്മളങ്ങനെ തൊട്ട് താഴെ കണ്ട ആ മൊണാസ്ട്രീൻ്റെ അങ്ങോട്ടേക്ക് വന്നേ. ജസ്റ്റ് ഒന്ന് അത് കയറി നോക്കാം നമുക്ക്. ഈ ഒരു ഹിമാലയൻ താഴ്വരേൻ്റെ കീഴിൽ നല്ല ഭംഗിയുള്ളൊരു മൊണാസ്ട്രി കേട്ടോ. വാവ്. മച്ചാമാരെ, ഞാൻ നിങ്ങളൊരു കിടിലം പോലത്തെ വ്യൂ കാണിച്ചു തരാം ഇവിടെ നിന്ന്. യെസ് യെസ്, ഐം കമ്മിങ് ഐം കമ്മിങ് ഐം കമ്മിങ്. ഗൈസ്, ഇങ്ങോട്ട് നോക്കിയാൽ വാവ്, ടീസാ റിവർ है ना, डैम.
ടീസ്റ്റാഡ് റിവറിലെ ഡിച്ചു ഡാമാണ് കേട്ടോ. ടീസ റിവറിലെ ഡിച്ചു ഡാമാണ് നിങ്ങൾ കാണുന്നത്. ഫുള്ള് വാലിയാണ് ഗൈസ്, നോക്കി നിങ്ങൾ. അയ്യോ ആ ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ മേലോട്ട് കയറി വന്നത്. ഇതുണ്ടല്ലോ, ഉച്ച സമയത്ത് നമ്മൾ കാണുവാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ കളർ വന്നിട്ട് നമ്മൾ വരുമ്പോൾ കണ്ടില്ലേ, ഒരു നീലയാണോ അതോ പച്ചയാണോ അതോ കളർ തിരിയാത്ത ആ ടൈപ്പാണ്. ഇതിൻ്റെ താഴെയായിട്ട് ഇതാ ഹിമാലയൻ ഗ്രാമങ്ങൾ ഈ താഴെയുണ്ട് കേട്ടോ. വാ സൂപ്പർ. ഇനി കുറച്ച് ലേസ് കഴിക്കാം. ഹയ്യാസ് നൈസ്. പിന്നെ ഉണ്ടല്ലോ, ഈ കാണുന്ന വലിയ മലയില്ലേ, ഈ വലിയ മലയ്ക്ക് സിക്കിമിനെ സേവ് ചെയ്തൊരു ചരിത്രം കൂടിയുണ്ട്. പണ്ട് എന്താ പറയുക, ചൈനീസ് രാജവംശം സിക്കിമിലെ രാജവംശത്തിനെ ആക്രമിക്കാൻ വന്നപ്പോൾ ഈ സിക്കിമിലെ രാജവംശത്തിലെ പട്ടാളക്കാർ ഇതുപോലുള്ള മല ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എന്താ പറയുക എക്സ്പേർട്ടുകളായിരുന്നു. പക്ഷേ ചൈനക്കാർ അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ അവർക്ക് ഇത് ക്ലൈംബ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവർ തോറ്റു പിന്മാറിയെന്നാണ് ചരിത്രം പറയുന്നത്. വാ When I'm up through the night, I can't turn down the noise. Tear all the worries out of my mind. About who I'm supposed to be, I start to believe I can't get it right. Remember the days I let slip away. They were simpler time. നമ്മൾ വീണ്ടും പിന്നെ മേലോട്ട് കയറിയത് അങ്ങ് ദൂരെയായിട്ട് നമ്മുടെ കഞ്ചൻജംഗയെ കാണും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു വീട്ടിലേക്ക് വന്നതാണ്. നാച്ചുറൽ എന്തായിരുന്നു പറയുന്നത്, നാച്ചുറൽ ടിപ്പിക്കൽ സിക്കിം വീട് കാണാൻ വേണ്ടി വന്ന ഞങ്ങൾ ശരിക്കും അമ്പരന്നില്ല രാവിലെ ഇവിടെ. അമ്പരന്നില്ലേ എന്നാ പറയാ, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഗൈസ്, ഇവിടെ എന്താ പറയുക, ഗ്രാമങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അത്രയ്ക്ക് ഹറം പറ്റി അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ് കേട്ടോ. ഇവിടെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഡെവലപ്ഡാണ് ഗൈസ്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള വീട്ടുകാർക്ക് കറണ്ട് ഫ്രീ ആണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീടിന് ഒരു ഗവൺമെൻറ് എംപ്ലോയി. അതാണ് കേട്ടോ ഇവരുടെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് ഏതൊരു വീട്ടിലാണ് പോയാലും അവിടെ ഗവൺമെൻറ് എംപ്ലോയി ഉണ്ടാവും. അതിന് നമ്മളെ നാട്ടിലെ പോലെ എന്താ പറയുക PSC എഴുതുമല്ല, റാങ്ക് ലിസ്റ്റിൽ വരുമോ ഒന്നും വേണ്ട, ജോലി ഉണ്ടായിരിക്കും. അവരവരുടെ പഠിത്തത്തിനനുസരിച്ച് ജോലി ഉണ്ടാവും. ശരി, തണുപ്പേക്കാണ്ടിരിക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തേക്കുന്ന നാടൻ ചിക്കൻ കോഴി ഇഷ്ടം. ഓക്കെ, കോഴി വളർത്തുന്നതാണ് കേസ്. ഇതുണ്ടോ, ഇവിടെ കോഴിക്കോട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതാണ് കോഴിക്കോട്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളിങ്ങോട്ട് കയറി പിന്നെ മറ്റേ ബോയിലർ ചിക്കൻ കുറവല്ല, എല്ലായിടത്തും നാടൻ ചിക്കനായിട്ടോ ഉള്ളത്. നാടൻ ചിക്കനാണ് കറിയുള്ളത്. ഇതെല്ലാം ഗ്രാമത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെയുള്ള ആൾക്കാർക്കുണ്ടല്ലോ കോഴി വളർത്തലൊരു മെയിൻ ഇതാണ്. കോഴി എന്തായാലും ഉണ്ടാവും. പിന്നെ എല്ലാ പട്ടികൾക്കും പൂച്ചയ്ക്കും എല്ലാത്തിനും ഇവിടെ ഡ്രസ്സ് ഉണ്ടാവും കേട്ടോ. അതാ ടിങ്കു ടിങ്കുസേ നോക്കണ്ട. യെസ്, ഇതൊരു ചെറിയ വീടാണ്. ഇവിടെ നമ്മൾ തപ്പി കണ്ടുപിടിച്ച വീടാണ്. ഹായ്, ഹായ് ഹായ്, നമസ്തേ. നെയ്യേ ഗൈസ്, ഇവിടെ ഉണ്ട് കേട്ടോ ടിങ്കു ടിങ്കു. കമോൺ കമോൺ കമോൺ. നമ്മളങ്ങനെ തപ്പി വന്ന് അസലൊരു ഗ്രാമത്തിലെ വീട്ടിലെത്തി ഗൈസ്. ഇതാ ഇവിടുത്തെ പശു, ഹിമാലയൻ പശു. ഇതാണ് കേട്ടോ ഇവരുടെ തൊടി, തട്ടായിട്ട്.
വാട്ട് ഇസ് ദിസ് ഷിക? Hibiscus. Local vegetable. ലോക്കൽ വെജിറ്റബിൾ. ഓക്കെ. കുമ്പളങ്ങ പോലെ ഉണ്ടല്ലേ? ആടാ അതിന് മുള്ളു കൊള്ളുന്നുണ്ട് കേട്ടോ. ഗൈസ് ഇവിടെ നമ്മൾ വന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നേ. ഇവിടെ ഇവർ നാടൻ മദ്യം ഉണ്ടാക്കുന്ന സ്ഥലമാണ്, ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇന്നില്ല സാധനം, ഞായറാഴ്ച ദിവസം കേട്ടോ വന്നോ മദ്യമില്ല. മദ്യം ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കുമെന്ന് ആയിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. എന്താ ചെയ്യുക, കാണാൻ പറ്റില്ല. ഇല്ല ഇന്നില്ല പോലും, ഇന്ന് ലീവ്, ഇന്ന് ട്രൈ ഡേ. വീണ്ടും ഈ മലയുടെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ നമ്മൾ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകുന്നുണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തരുന്നുണ്ട്. കേരളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സിക്കിമാണ് ലിറ്ററസീൻ്റെ കാര്യത്തിൽ രണ്ടാമതുള്ളത്. ഇവിടെ എന്താ പറയുക, അടുത്തടുത്ത് തന്നെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൂടാതെ ഇവിടെ PHC ഗവൺമെൻറ് എന്താ പറയുക ഹെൽത്ത് സർവീസില്ല, ആ കാര്യങ്ങളൊക്കെ വളരെ ആക്യുറേറ്റ് ആണ്. PHC ഒരു 7 കിലോമീറ്ററിനുള്ളിൽ ഞങ്ങൾ ഓടുന്ന ഓട്ടത്തിൽ ഒരു 3 PHC ഞങ്ങൾ കണ്ടു. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ജില്ലാ ആശുപത്രി ഉണ്ട്. അത് നമ്മൾ ഇന്നലെ താമസിച്ച അവിടെ മങ്കൺ എന്ന് പറയുന്ന സ്ഥലത്ത് ജില്ലാ ആശുപത്രി ഉണ്ട്. പിന്നെ ഒന്ന് ഗാംഗ്ടോക്കിൽ ജില്ലാ ആശുപത്രി ഉണ്ട്. പിന്നെ ഗാംഗ്ടോക്കിൽ 1000 ബെഡഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ കൂടാതെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ BPLകാർക്ക് നമ്മുടെ നാട്ടിലെ 1 രൂപ എങ്ങോട്ട് കൊടുക്കണം തോന്നുന്നു. ഇവിടെ ഫ്രീ ആണ് കേട്ടോ. ഫുഡ്, റേഷൻ കടയിൽ നിന്ന് റേഷൻ കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. നമ്മളങ്ങനെ കയറി വന്നതാ ഇവിടെ റോഡ് അവസാനിച്ച് ഗൈസ്. ഇതാണ് ഈ റോഡിൻ്റെ എൻ്റെ. ഇതൊരു സ്കൂളാണ് കേട്ടോ. ഇത് ഇങ്ങ് മലയുടെ മേളിൽ വരെ സ്കൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതങ്ങ് ദൂരെയായിട്ട് കഞ്ചൻജംഗ പർവ്വതമാണ് ആ കാണുന്നത്. ആ ഒരു ഭാഗത്തെല്ലാം മുഴുവൻ മഞ്ഞുമലയാണ് ഗൈസ്. അവിടെ എന്തോ സർപ്രൈസ് ഉണ്ട്, നമ്മൾ പോയി കാണട്ടെ എന്താന്ന്. എന്നാടാ വഴിയല്ല, ഇടുങ്ങിയ വഴിയാ. അപ്പോൾ കാര്യമായ എന്തോ സർപ്രൈസാണ് തോന്നിട്ടില്ലേ? ദിസ് ഈസ് ഗവൺമെൻറ് പ്രൈമറി സ്കൂൾ. വാവ്, ഇത് സ്കൂളാണ് ഗൈസ്, സർപ്രൈസ് അല്ല. ഇതാ സിക്കിമിലെ സ്കൂൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തുറന്നിട്ടില്ലേ, ഞങ്ങൾ അതിക്രമിച്ച് കിടന്നു. ഇത് ഷികേൻ്റെ കൂടെ, ഷിക ഉള്ളതുകൊണ്ട്. വാവ്, ഇതെല്ലാം ഇതിൻ്റെ ബിൽഡിങ്ങാണ് ഗൈസ്. സിക്കിമിൻ്റെ മാപ്പുണ്ട്, നാഷണൽ ഫ്ലാഗിൻ്റെ ഉണ്ട്. ക്ലാസ് 3ാം ക്ലാസ്, ഓക്കെ 4ാം ക്ലാസ്. ഇതാ ഈസ്റ്റ് സിക്കിമിലാണ് ഗാംഗ്ടോക്ക് ഉള്ളത്. നമ്മൾ ആദ്യം വന്നത്. അത് കഴിഞ്ഞിട്ട് സൗത്ത് നമ്മൾ കയറി വരുന്നത്. ഇത് വെസ്റ്റ് സിക്കിം സൈഡിൽ നമ്മൾ പോയില്ല. പിന്നെ നമ്മൾ ഓക്കെ ഏറ്റവും വലിയ ജില്ല നോർത്ത് സിക്കിമാണ്. ഇതുണ്ട് നമ്മൾ ഇന്നലെ നിന്ന മാങ്കൻ, അതിൻ്റെ മേലെ വന്നിട്ട് നോർത്ത് സിക്കിമിൻ്റെ ആ ഒരു ഭാഗം. സിക്കിമിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് നോർത്ത് സിക്കിമാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, യു ഓൾസോ നീഡ് പെർമിറ്റ് ടു ഗോ ഗുരുദാങ്മാർ ആൻഡ് ഓൾ. യെസ്, കാരണം നമുക്ക് മാത്രമല്ല ഇവർക്കും താഴെയുള്ളവർക്കും ഈ ഗുരുദാങ്മാർ നമ്മൾ ഇന്നലെ പോയ സ്ഥലം 0 പോയിൻ്റൊക്കെ പോകണമെങ്കിൽ എക്സ്ട്രാ പെർമിറ്റ് കാര്യങ്ങൾ എടുക്കണേ. പിന്നെ പെർമിറ്റ് വേണ്ടാത്തത് അവിടെയുള്ള ലാച്ചിങ്ങിലൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമാണ്. ഓക്കെ, കഞ്ഞിപ്പരയാണ് കേട്ടോ, ഇത് നമ്മുടെ കഞ്ഞിപ്പര. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഗ്രൗണ്ട് കേട്ടോ. ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഫുട്ബോളെല്ലാം ഇവിടെ എത്രമാത്രം പ്രാധാന്യമുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതാ, സ്കൂളിൽ നിന്ന് നമുക്ക് മഞ്ഞുമല കാണാം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ സ്കൂളിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നൊന്നും ഇല്ല. പക്ഷേ ഇവർക്ക് ഇവിടെ വന്നിട്ട് മഞ്ഞുമലയൊക്കെ കാണാം. എപ്പോഴെപ്പോഴും കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഇവർക്കൊന്നും വലിയ വിലയില്ലെന്ന് തോന്നുന്നു. എന്നാ ഒരു വ്യൂ അവിടെ നോക്കി. അതാ ഇവിടെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ച പ്ലഡ്ജെല്ലാം ഉണ്ട്. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സിക്കിമിലെ ഒരു ഗ്രാമത്തിലെ സ്കൂളിൻ്റെ കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ്. ഇനിയിപ്പോൾ സ്കൂൾ കാണിച്ചതിന് കൂടുതൽ ടോയ്ലറ്റ് കാണിച്ചില്ല എന്നുള്ളത്. ഇതാണ് ടോയ്ലറ്റിൻ്റെ സെറ്റപ്പ് ഇതാണ് ഗൈസ്. സ്കൂൾ കാണിക്കുമ്പോൾ സ്കൂളിലെ ബെല്ല് എന്തായാലും കാണിക്കണം. ഇതാണ് കേട്ടോ സ്കൂളിലെ ബെല്ല്. നക്കളാച്ചി തരാമല്ലേ. ഈ ബെല്ലടിക്കാൻ വേണ്ടിയിട്ട് എത്ര നാൾ നിന്നിട്ടുണ്ടെന്നറിയാമോ? ബെല്ലടിക്കുന്നവൻ വലിയ രാജാവാണ്.
ഗൈസ് ഇവിടെ ഉണ്ടല്ലോ ഇത് ഈ സ്കൂളിൽ തന്നെ നമ്മുടെ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ് ടച്ച് എന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് ഇതങ്ങനെ നോക്കി പഠിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് ജസ്റ്റ് ഇതിലേതാണ് എന്ത് ചെയ്യണം, അങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല. അതായത് പിള്ളേരെ ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിലെ തന്നെ ഇവിടെ നിന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. നല്ല കാര്യമല്ലേ. ഈ കാണുന്നത് സുബ ലാംഗ്വേജിലെ ബുക്കാണ്. ജസ്റ്റ് ഇവർ ഇതാ സ്കൂളിൽ പഠിപ്പിക്കുന്ന, ഞാൻ നേരത്തെ കല്ലിക്കൊത്തി ആ ലാംഗ്വേജ് കാണിച്ചില്ല, അതേ ലാംഗ്വേജ് തന്നെ കേട്ടോ. ആ ലാംഗ്വേജിൽ തന്നെ പഠിപ്പിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇവരുടെ ലാംഗ്വേജ്, പിന്നെ ലാംഗ്വേജ് മാത്രമല്ല ആ ഒരു ഭാഷ, ഹിന്ദിയും ലാംഗ്വേജ്, ഇവരുടെ ലാംഗ്വേജ് മാത്രം ആ ഒരു ഭാഷ പഠിപ്പിക്കുന്നുള്ളത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സാമൂഹിക പാഠം, സോഷ്യൽ സയൻസ്, മറ്റേത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലാട്ടോ ഇവർ പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് ചെറിയ ക്ലാസ് മുതൽ. ഗൈസ് നമ്മളുണ്ടല്ലോ അതാ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു വീട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ സാധാരണമായിട്ടുള്ള വില്ലേജിലെ ഒരു വീടിൻ്റെ പറമ്പും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ നേരത്തെ കണ്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മേലെ വന്നപ്പോഴത്തേക്കും ഇവർക്ക് ഒരുപാട് കൃഷിയിടം കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ട് ഇറ്റ് ഈസ് ദിസ് വൺ? ദാറ്റ് ഈസ് ഓക്കെ ഗാർലിക്. ഓക്കെ ഗൈസ് ഇത് വന്നിട്ട് ഉള്ളിയാണ് കേട്ടോ, നമ്മുടെ ഉള്ളി. ഇത് ഗാർലിക്കാണെന്നാണ് പറയുന്നത്. വാ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കവാടം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുണ്ട് അവരുടെ കൃഷിയിടം. വാ ഇതാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ച ടിപ്പിക്കൽ സിക്കിം ഹൗസ്. ഇതുണ്ടോ ഫുള്ള് പൂക്കള ഗൈസ്. ഇഷ്ടംപോലെ പൂവ് കാര്യങ്ങളുണ്ട്. വീടിന് മുമ്പിൽ നിറച്ചത്. ഇപ്പം നമ്മൾ ബാക്കിയുള്ള വീടുകളിൽ എല്ലാ വീടുകളിലും പോയാലും ഓക്കെ ഓ ഞാൻ കരച്ചു പോയി. നോക്കി നിങ്ങൾ വീട് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നോക്കി ഫുള്ള് കളറാണ്, ഫുള്ള് കളർ പൂവ്. ഹായ് ഓ ക്രിക്കറ്റ് കിള്ളം പോലത്തെ പൂ. വീടെല്ലാം മുഴുവൻ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടാണല്ലേ. ഇവിടെ നിന്നുള്ള കാഴ്ച ഇങ്ങനെയാണ് വാലിയുടെ. അവർക്കെല്ലാം രാവിലെ എണീക്കുമ്പോഴത്തേക്കും മഞ്ഞുമല കണ്ടെങ്കിൽ എണീക്കുക. കോഴി പാടാമില്ല. ഹായ് നമസ്തേ. ഇത് ഇവരുടെ വീടാണ്. ഇതുണ്ടോ മണ്ണെല്ലാം തേച്ച് സെറ്റാക്കി നല്ല. നമസ്തേ. അടുക്കളയും വീടും എല്ലാം ഒരുമിച്ച്. ബോത്ത് കിച്ചൺ ആൻഡ് സെയിം. ഓക്കെ നൈസ്. ഗൈസ് ഞങ്ങളുണ്ടല്ലോ ഇവിടെ നിന്നൊരു ചായയും കുടിച്ച് നല്ല ചൂട് ചായ തന്നവരെ. ഇതെന്ന് പറയുന്നത് വേറെ അടുക്കള മാത്രമാണ് കേട്ടോ. ഇവർ താമസിക്കുന്ന ഉറങ്ങുന്നതൊക്കെ അത് ഈ ഒരു ഇവിടെയാണ്. അടുക്കള സെപ്പറേറ്റ് ആണ്. സൂപ്പറേ. ഓക്കെ ഓക്കെ ഫുള്ള് പൂക്കള ഗൈസ്. നോക്കി എന്തോരാ പൂക്കൾ നോക്കി. ഇതുവരെ വിറകുപുരയും കാര്യങ്ങളൊക്കെയാണ്. മറ്റേ വിളവെടുത്ത സാധനങ്ങളൊക്കെ കൊണ്ടേ വെക്കുന്നത്. ഇതുണ്ടോ യെസ്. ഇതവിടെയാണ് പശുക്കളുള്ള പശുത്തൊഴുത്ത് കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഇത് ആടാണ്. ആട് ഗൈസ്. ഇവിടെ നമ്മുടെ ചേമ്പുണ്ട് കേട്ടോ. അതാ ചേമ്പൊക്കെ ഉണ്ട്. അങ്ങോട്ടെല്ലാം കൃഷിയിടം കേട്ടോ. ഇതുണ്ടല്ലോ നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് പാടമാണ്. ഇതാണ് ഉരുളക്കിഴങ്ങിൻ്റെ ചെടി കേട്ടോ. ഇതാ അങ്ങോട്ടേക്കെല്ലാം ഉണ്ട് ഉരുളക്കിഴങ്ങ്. വാ ഇതാ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞുമല. മൊത്തത്തിലൊരു കാൽപ്പനിക ഭംഗി. ഗൈസ് നമ്മളുണ്ടല്ലോ ഇപ്പോൾ എങ്ങോട്ടാ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നാടൻ ഇവരുടെ മദ്യമുണ്ട്. നാടൻ മദ്യം വൈൻ എന്നൊക്കെ പറയുന്നത് ഇവരാക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാതെ കാണിച്ചു തരാമെന്ന് പറഞ്ഞേ. അങ്ങനെ ഞാൻ വന്നേ. അയ്യോ എങ്ങനത്തെ കിതപ്പാണ്. ആൻഡ് വാട്ട് ഈസ് ദിസ്? ഓക്കെ ഗൈസ് നമ്മുടെ മുള്ളങ്കി ഇല്ലേ, മുള്ളങ്കി പോലത്തെ സാധനമാണ് കേട്ടത്. ഇതുണ്ട് മുള്ളങ്കി തന്നെ. ചുവപ്പ് കളറുള്ള ഹിമാലയത്തിലാവുന്ന ടൈപ്പ് സാറേ. എൻ്റെ അമ്മോ നോക്കി നിങ്ങൾ വ്യൂ. ഒരാൾ മച്ചാൻ താഴെ ഉണ്ട്. അവന് നടക്കാൻ വയ്യാന്ന് പറഞ്ഞ് ഞാൻ താഴെ ഇരിപ്പുണ്ട്.
ഞാൻ ചായ കുടിച്ചത് അവൻ അറിഞ്ഞിട്ടില്ല. ഓക്കെ ഗൈസ്, ഇത് വന്നിട്ട് നമ്മുടെ കടുകാണ് കേട്ടോ. കടുക് ഇതുണ്ടോ? ആ യെസ്, വാവ്, സൂപ്പർ. മുഴുവൻ ഇവരുടെ കൃഷിയിടം കാര്യങ്ങളാണ്. ആൻഡ് ദിസ് വൺ താപ്പാൽ. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ്. ഐ ഡോണ്ട് നോ ഇതെന്താണെന്ന് എനിക്കും അറിയില്ല. ഇതറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുണ്ടോ, രമുമ്മ ഇറങ്ങി വരുന്നുണ്ട്. നമസ്തേ. വാവ്, എൻ്റെ അമ്മ, ഇതുപോലൊരു സ്ഥലത്ത് വരണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. എന്തായാലും എൻ്റെ ആഗ്രഹം സഫലമായി. നോക്കി നിങ്ങൾ അങ്ങോട്ടേക്ക്. താറ്റ് വേണ. ഓക്കെ, ഇത് അങ്ങോട്ടേക്ക് കാടാണ് കേട്ടോ, ഫോറസ്റ്റ് ഏരിയ ആണ്. ഇതിൻ്റെ ബോർഡർ വരെ ഇവിടെ ഗ്രാമത്തിലെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദിസ്? ഐ ഡോണ്ട് നോ. ഇതും കഴിക്കുന്ന എന്തോ ഒരു സാധനമാണ് ഗൈസ്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മോട്ടർ. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. നമുക്ക് ബാക്കിയുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കണ്ടേ. ആൻഡ് ദിസ് വൺ? ഓക്കെ, വെജിറ്റബിൾ ആണ്. നമസ്തേ. എല്ലാവരും എന്താ പറയുക, നനയ്ക്കലും കാര്യങ്ങളൊക്കെയാണ്. നമസ്തേ. എല്ലാം ഇവിടെ എല്ലാം വീടുണ്ട്. നമസ്തേ. ഞാൻ കിതയ്ക്കുന്ന മാത്രമേ നിങ്ങൾക്ക് മോശമായിട്ട് തോന്നുന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര രസമായി. അയ്യോ, വാ. തക്കാളി, യെസ്, ഇത് തക്കാളിയാണ്, ഇവിടുത്തെ ചെറിയ തക്കാളി. ഇനി മേലോട്ട്. ഓക്കെ ഗൈസ്, ഉണ്ടല്ലോ, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലായിരുന്നു. അതിൻ്റെ വീടിൻ്റെ ഭിത്തിയാക്കുന്ന ഇതുപോലത്തെ സാധനം കൊണ്ടാണ്. എന്തോ മുള ഇങ്ങനെ വെട്ടിയിട്ട് അത് വെട്ടിപ്പരത്തി ഇങ്ങനെ ലോക്ക് ചെയ്തെടുക്കും. വാവ്. കദമോ, മഞ്ഞൾ. യെസ്, ഫിഷ്. ഓക്കെ, ഇത് മീനൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ ഇവരിവിടെ. ഇതാ മീൻ്റേത്. ഇവിടെയെല്ലാം പുതിയതായിട്ട് കൃഷി നട്ടിട്ടുള്ളത്, മുളച്ച് വന്നിട്ടില്ല. ഗൈസ്, ഇവിടെ നിങ്ങളുണ്ടല്ലോ, അതിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നൊക്കെ മഞ്ഞുമലയാണ് ഗൈസ്. വാവ്. ഇവരെ സംബന്ധിച്ചുണ്ടല്ലോ മഞ്ഞുമലയൊന്നും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമേ അല്ല. പക്ഷെ നമുക്കല്ല ഇതെല്ലാം ഭയങ്കര അത്ഭുതമല്ലേ. എല്ലാവരും വന്നു വീട്ടിലുള്ള നമ്മളെ സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. യാ, ആൻഡ് ദിസ് വൺ? ഓക്കെ, ഇത് ഉരുളക്കിഴങ്ങ് തന്നെ. വില കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അച്ഛാ, സൂപ്പർ പ്ലേസ്. അടിപൊളിയില്ലേ കാണാനായിട്ട്? നമ്മളങ്ങനെ നടന്ന് കാട് പോലത്തുള്ള ഒരു ഏരിയയിലെത്തിയേ. ഫോറസ്റ്റ് ഏരിയ. കാരണം ഇവിടെയല്ലേ എന്താ പറയുക, മദ്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, കള്ളമാറ്റ്. आपका नाम क्या है? सुसंगमा. Which standard?
9th സ്റ്റാൻഡേർഡ്. ഓക്കെ, മാറ്റം എവിടെയുണ്ട്? അപ്പോൾ കളിക്കാൻ അയ്യോ. അപ്പം നമ്മളിങ്ങോട്ടേക്ക് വന്നപ്പോൾ നമ്മൾ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ വന്നയാ. നല്ല ആൾക്കാരല്ലേ. നിങ്ങളൊരു കാര്യം ചിന്തിക്കണേ, അതായത് ജസ്റ്റ് MG മാർജ് ഗാങ്ടോക്കിൽ നിന്ന് എന്നെ ജസ്റ്റ് പരിചയപ്പെട്ടിട്ടുള്ളൂ ശിഖ. അത് കഴിഞ്ഞിട്ട് ഇതാ അവരുടെ നാട്ടിലോട്ട് വരാൻ പറഞ്ഞു, നാട്ടിൽ വന്നു, ഉള്ള സ്ഥലങ്ങളെല്ലാം കാണിച്ചു തന്നു. പിന്നെ ഇതാ ഇപ്പോൾ വില്ലേജിലെ ഫോറസ്റ്റ് ഏരിയയിലോട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവർ നമ്മുടെ നാട്ടിലുണ്ടാവുമോ? പക്ഷേ സിക്കിമിലെ ആൾക്കാർ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരാണ്, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. ഗൈസ്, അങ്ങനെ കയറി ഒടുവിൽ ഞങ്ങൾ ഈ മലയുടെ ഓൾമോസ്റ്റ് ടോപ്പിലെത്തിയേ. കുറേ നാൾ കൂടി ഇന്ന് ഞാൻ വേർത്തു. തണുപ്പില്ലായിരുന്നു, അതുകൊണ്ട് വേർപ്പില്ലായിരുന്നേ. നടന്നുകൊണ്ട് വേർക്കാൻ തുടങ്ങി. ഇഷ്ടം പോലെ ടിങ്കുമാരുണ്ട്. ടിങ്കു അയ്യോ, കയറി ഞാൻ മടുത്തു. കുറേ അങ്ങ് താഴെ ഈ മലയുടെ ഏറ്റവും ടോപ്പിലെത്തി തോന്നുന്നു ഗൈസ്. ടിങ്കു ഗൈസ്, അങ്ങനെ കയറി നമ്മളിതാ ഈ മലയുടെ ടോപ്പിലെത്തിയേ. ഇവിടെ എല്ലാം ഗ്രാമങ്ങളാണ് കേട്ടോ. എല്ലാ മലയുടെ എല്ലാ ടോപ്പിലും എല്ലാ സ്ഥലത്തും ഇതുപോലെ വീടുകളുണ്ട്. ഇതിവിടെ എല്ലാം ഉണ്ട്. പൂക്കൾ അവരുടെ മെയിൻ ആകർഷണം ഗൈസ്. പറയാൻ വാക്കുകളില്ല. ചെറിയ തക്കാളിയുണ്ട്. ഇവരെല്ലാം സ്വയം പര്യാപ്തമാണ്. ഫുള്ള് ഇവർ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കും. നോക്കി മുളക് നോക്കി, നല്ല എരിവാണ് ഇപ്പോഴത്തെ. ഇവിടെയുള്ള ആളുകളുണ്ടല്ലോ കൂടുതൽ എരി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. हाँ, केरला से. हाँ, केरला से बाइक में जानता है. हाँ, पूरा इंडिया बाइक में चलता है. हाँ, ओके, बाय, താങ്ക് യു. ടിങ്കു ഇവിടെ ഇന്ന് ഞായറാഴ്ചയല്ല, അതുകൊണ്ട് നമ്മുടെ നാടൻ വൈൻ കിട്ടിയില്ല. എന്തായാലും എനിക്ക് വേണ്ടത് ഈ ഒരു വിഷ്വൽസായിരുന്നു. അടിപൊളിയല്ലേ? ഒരു ഹിമാലയൻ ഉള്ളേരിയയിലുള്ളൊരു ഗ്രാമത്തിൻ്റെ കാഴ്ച ഇതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇതാ ശിഖ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു കാഴ്ച കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞ് കയറി വരും ഇങ്ങോട്ടൊക്കെ. ഇതിപ്പോൾ ഞങ്ങൾ താഴെ നിന്നൊരു അരമണിക്കൂറിന് മേലെ നടക്കാൻ തുടങ്ങിയിട്ട് നടന്ന് കയറി ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇനിയിപ്പോൾ അത്രയും താഴ്ചയിലോട്ട് നമുക്ക് ഇറങ്ങിപ്പോകണം. ഗൈസ് ഉണ്ടല്ലോ, ഈ കാട്ടിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ആനിമൽസ് എന്ന് പറയുന്നത് കരടിയുണ്ട് കേട്ടോ. കരടിയുണ്ട്, പിന്നെ ചെന്നായ്ക്കളൊക്കെ ഉണ്ട് പോലും ഇവിടെ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ കരടി ഇറങ്ങി ഒരാളെ കൊന്നായിരുന്നു പോലും. ആ ഒരു കഥയും പറഞ്ഞിട്ട് ശിഖയും പ്രമീളെ നേരെ ഇറങ്ങിപ്പോയേ. ഞാൻ അവരെ പിടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അയ്യോ, അവരങ്ങ് താഴെയുണ്ട്. കാഴ്ച കണ്ട് നിന്ന് പോയിട്ടുണ്ടല്ലോ, ആ നിന്നെടുത്ത. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ കുറച്ചുകൂടി ആയി കഴിയുമ്പോൾ മഞ്ഞ് വീഴുന്ന സ്ഥലമാണെന്ന് പറയുന്നത്. മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. വാവ്, ജസ്റ്റ് ഒരു വാവ് മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. മറക്കും.